ഹായ്, അമേസിംഗ് ഫെറിയയിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഗാർഡൻ ഐഡിയാസാണ്. നമ്മുടെ വീട്ടിലും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള ഗാർഡൻ ഐഡിയാസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയാസ് ആവും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഉള്ളതാണ്. അത് ശതാവരി പ്ലാന്റ് അവരുടെ സിറ്റ് ഔട്ടിൻ്റെ രണ്ട് വശത്തുമായിട്ട് അവർ വളർത്തിയതാണ്. രണ്ട് ഭാഗത്തും ഇങ്ങനെ വള്ളിയായിട്ട് പടർന്നു പോകുന്ന ഒരു പ്ലാന്റാണ് ശതാവരി പ്ലാന്റ്. അതിൻ്റെ കിഴങ്ങ് നല്ല ഔഷധമൂല്യമുള്ളൊരു കിഴങ്ങാണ്. അപ്പം ഇത് നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഗാർഡനിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു ഐഡിയ ആണിത്. ഇതൊരു PVC പൈപ്പിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. PVC പൈപ്പിൻ്റെ പാത്തിയിൽ കലീഷ്യ റിപ്പൻസ് വളർത്തിയതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് പഴയൊരു കിച്ചൺ സിങ്കിൽ വാട്ടർ പോപ്പിയാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒഴിവാക്കിയ കിച്ചൺ സിങ്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു നല്ലൊരു ഐഡിയ ആണ് ഇത്. അപ്പം ചെറിയൊരു കൊച്ചു ആമ്പൽ പോണ്ട് ഉണ്ടാക്കാൻ നമുക്കൊരു ഇങ്ങനത്തെ ഒഴിവാക്കിയ സിങ്ക് മതി. ഇതൊരു പഴയ ബാത്ത് ടബിൽ ഇതേപോലെ ഒരു വാട്ടർ പ്ലാന്റ് വളർത്തിയിട്ടുള്ളതാണ്. ഇത് വീടിൻ്റെ മുൻവശത്തുള്ള കിണറിൻ്റെ മുകൾ ഭാഗത്ത് നെറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ വെർട്ടിക്കൽ പ്ലാന്റ് ആണ് നട്ടിട്ടുള്ളത്. വെർട്ടിക്കൽ പ്ലാന്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കിണറിൻ്റെ രണ്ട് വശത്തും നെറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെർട്ടിക്കൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ്. ഈ കിണർ ഒരു സ്ക്വയർ ഷേപ്പും കൂടിയാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് മതിലിൽ ചെയ്തിട്ടുള്ളൊരു വെർട്ടിക്കൽ ഐഡിയ ആണ്. മതിലിൽ ഇതേപോലെ നെറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെർട്ടിക്കൽ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളതാണ്. ഈ ഗാർഡൻ ഐഡിയാസൊക്കെ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ ഐഡിയാസാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ചകിരിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹാങ്ങിങ് പോട്ട്സൊക്കെ ചകിരിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ചകിരിയിൽ മണ്ണ് നിറച്ചിട്ടാണ് ഈ ടർട്ടിൽ വൈനൊക്കെ ഇവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഹാങ്ങിങ് പോട്ടാണ് കേട്ടോ ഈ ചകിരി. ഇത് ചകിരി കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറച്ച് മോഡലുകളാണ്. ഇതൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളതാണ്. ഇത് PVC പൈപ്പിൻ്റെ മുകളിൽ ചട്ടിയിൽ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളതാണ്. സിമ്പിളായിട്ടുള്ളൊരു ഗാർഡൻ ഐഡിയ ആണ് ഇത്. നമ്മൾ ഇതുപോലെ മുന്നേ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടെ കാണുക. ഇത് ഒരു പഴയ ഹെൽമറ്റ് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ട് ചെടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് വെക്കാൻ നല്ലൊരു മെത്തേഡാണ് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെക്കുക എന്നുള്ളത്. ഇത് പഴയൊരു ക്യാൻ മുറിച്ചതിൻ്റെ ഒരു ഭാഗമാണ്. അതിലാണ് ടർട്ടിൽ വൈൻ വെച്ചിട്ടുള്ളത്. ഇത് PVC പൈപ്പിൻ്റെ ഉള്ളിൽ സ്പൈഡർ പ്ലാന്റ് വെച്ചതാണ്. PVC പൈപ്പിൻ്റെ ഉള്ളിൽ ഹോള് കൊടുത്തിട്ട് സ്പൈഡർ പ്ലാന്റ് വെച്ചതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പഴയൊരു ടേബിൾ ഫാനിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ടേബിൾ ഫാനിൻ്റെ മുകളിൽ ത്രെഡ് ഉപയോഗിച്ചിട്ട് അതിൽ ചെറിയ ചെറിയ പോട്ട്സ് ഹാങ് ചെയ്തതാണ്. അതിലിവിടെ ടർട്ടിൽ വൈനാണ് വളർത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ ബോൾ ഷേപ്പിൽ ബോർഡർ ഗ്രാസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നിറയെ ഹോളുകളുള്ള ചട്ടിയിൽ അതിൻ്റെ ഓരോ ഹോളിലൂടെയും ബോർഡർ ഗ്രാസ് വെച്ച് കൊടുത്തതാണ്. ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് അതേപോലെ ഒരു ഹാങ്ങിങ് പോട്ട് പോലെ നമ്മൾ ചെയ്തതാണ്.
ഇത് ഒരു ഹാങ്ങിങ് അംബ്രല്ല, ഒരു കൊടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതും അതേപോലെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.